മധുര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം ഇന്ന് രാത്രിയാണ് അവർ ട്രെയിനൊക്കെ ബുക്ക് ചെയ്തതാണ്, മുന്നേ 2-3 മാസം മുന്നേ ബുക്ക് ചെയ്തതാണ്. അപ്പം ഇന്ന് രാത്രിയാണ് പോകുന്നത്. അപ്പം അതിന് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പം മേലെയൊക്കെ മുറിക്കുകയാണ്. അപ്പം അത് വാട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ദ്രവനിക്കുട്ടി അമ്മമ്മനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അമ്മ വാഴനാര ഉണക്കാൻ വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ പോകുന്ന ആളെ എത്രയാണെന്ന് വെച്ചാൽ എന്നിട്ട് ഇങ്ങനെ അടയാളം വെക്കും. അടുപ്പ് നടുക്കാക്കിയിട്ട് ഇങ്ങനെ അടയാളം വെച്ചിടും. പിന്നെ ഈ അടുപ്പിൻ്റെ അടുത്തേക്ക് ആരും കല്ലെടുത്ത് മാറ്റാൻ പറ്റില്ല. എന്താ എന്താ അറിയൂല, അടുപ്പിട്ടില്ല വെച്ചിട്ട് ഓരോരുത്തർ വന്ന് സ്ഥലം പിടിക്കും. അപ്പൊ കയറുകൊണ്ട് കെട്ടി ആള് വന്നിക്കുന്നുള്ളത് മനസ്സിലായല്ലോ. അതിന് വേണ്ടിയിട്ടാ ഇല കെട്ടാനും പിന്നെ അമ്മക്ക് പായസം ഉണ്ടാക്കുമല്ലോ, അത് ഇങ്ങനെ ഈ ഇല വാട്ടിയിട്ട് കൊണ്ടുപോകുമല്ലോ. അതുകൊണ്ട് മൂടും, കുറച്ച് കീറലാക്കിങ്ങാണ്ട് മൂടി ഇങ്ങനെ വായ്പതി കെട്ടിക്കാളും. ഇപ്പൊ എന്തിനാച്ചുണ്ടോ അങ്ങനെ കീറുന്ന അത് തളിക്കാൻ വരും. പൊങ്കാലിട്ട് കഴിഞ്ഞാൽ അമ്മ സ്വീകരിച്ചു എന്നുള്ള ഇതറിയാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഇത് തളിക്കാൻ വരും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കീറൽ ആക്കി കൊടുക്കും. ഇങ്ങനെ വായ്പതി കെട്ടും, കലത്തിനോട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടും മുഖം ഇതിന്റെ കലത്തിന്റെ. എന്നിട്ട് ഇവിടെ 2 കീറലും കൊടുക്കും. അപ്പൊ അഥവാ തളിക്കാൻ വരുമ്പോ അതിലേക്ക് ആവണല്ലോ, നമ്മളെ പൊങ്കാലയിലേക്ക് ആവണല്ലോ. അതോടെ അമ്മ സ്വീകരിച്ച് അതോടെ പൊങ്കാല എടുത്ത് ഞങ്ങൾ മടങ്ങും. ഇല കീറി പോകുന്നതിനാണ് നമ്മൾ വാട്ടുന്നത്. കുറേ ദിവസം വെച്ചേക്കുന്നതല്ലേ. ഇന്നിപ്പോ പോയാല് ഇന്നിപ്പോ രാത്രി 10:30 ട്രെയിനിൽ പോയാല് വ്യാഴാഴ്ച 10:15 പൊങ്കാല. അപ്പോഴേ ഈ ഇല എടുക്കുള്ളൂ. ഈ ഇല എടുക്കുള്ളൂ. ഈ ഇല നല്ലോണം വാട്ടി ഗ്ലാസ് പൊതിഞ്ഞ് അല്ലെങ്കിൽ കവറിലോ ആക്കിങ്ങാണ്ട് നല്ലോണം വെക്കും, ഭദ്രമായിട്ട് വെക്കും. പിന്നത് അന്നാണ് എടുക്കുക. ഇത് അത്രയും ദിവസം തിങ്കള് നല്ല പോണേ, ചൊവ്വ ബുധൻ 2 ദിവസം അല്ലേ. ഇന്ന് പോയാല് നാളെ 8:30 അവിടെ എത്തും. അവിടെ എത്തിയാല് അടുപ്പിടും. അടുപ്പിട്ട് ഇത് കാണിച്ചു തന്നില്ലേ, കയറ് കാണിച്ചു തന്നില്ലേ, ആ കയറുകൊണ്ട് അടയാളിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, അവിടെ ബാഗൊക്കെ വെച്ച് വിരിയൊക്കെ വെച്ച് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രം, പഴവങ്ങാടി, പിന്നെ ശംഖുമുഖം, ഓരോ ദിവസമായിട്ട് 2 ദിവസം ഉണ്ടല്ലോ ഗ്യാപ്പ്. ആ ഗ്യാപ്പിന് എല്ലാ സ്ഥലത്തും പോകും. പഴവങ്ങാടി പോയി തേങ്ങ ഉടയ്ക്കും, അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ട് വരും. പിന്നെ തൊഴുത് അമ്മന്റെ അനുവാദം വാങ്ങി തിരിച്ചു പോകും. പൊങ്കാലക്ക് ഒരുങ്ങും. അനുവാദം വാങ്ങി ആദ്യം തേങ്ങ മുട്ടും. പഴവങ്ങാടി പോയി കഴിവുകളൊക്കെ നമ്മളെ വിഘ്നങ്ങളൊക്കെ തീരണ്ടേ, അതിനു വേണ്ടി തേങ്ങ മുട്ടി പിന്നെ അമ്മന്റെ അനുവാദം വാങ്ങി പൊങ്കാലയ്ക്ക് വ്യാഴാഴ്ച അല്ലേ പൊങ്കാല? വ്യാഴാഴ്ച പൊങ്കാല. ആയിക്കോട്ടെ, അപ്പൊ ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ. പൊങ്കാലയില് പായസത്തില് ഇടാനുള്ളതാണ് തേങ്ങ. കൈച്ചിരവ കൊണ്ടുപോവുക ചെയ്യാം. കൈച്ചിരവ കയ്യിലുണ്ട്. അപ്പൊ ഇത്രയും ദിവസം കേടാവാതെക്കോ? ഒന്നും ആവൂല. ഇത് പൊട്ടിക്കാനും എന്തെങ്കിലും എടുക്കണം, എന്തെങ്കിലും കനുള്ള എന്തെങ്കിലും എടുക്കണം. അപ്പോൾ ഇത് ചെറിയ തേങ്ങ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇത്രയും ദൂരെ കൊണ്ടുപോകാൻ പണിയല്ലേ, പ്രയാസമല്ല, ഇത്രയും തോനുണ്ടാവല്ല കൊണ്ടുപോകാൻ. അതുകൊണ്ട് ചെറിയ തേങ്ങ എടുക്കുക, അപ്പോൾ എളുപ്പത്തിൽ കൊണ്ടുപോകാമല്ലോ. എന്നിട്ട് ഇത് പൊട്ടിച്ച് കൈച്ചെറിയ കൊണ്ട് ചിരവി എടുക്കണം. ചെറിയ ചിരവിയൊക്കെ കൊണ്ടുപോകും. ചെറിയ ചിരവിയൊക്കെ കൊണ്ടുപോകും. ചെറിയ ചിരവിയൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം റെഡിയായി വെച്ച് ഇതും പൊളിച്ചോക്കട്ടെ. ഇതിനെക്കാട് ഇത്തിരി കൂടി വലുതാണെങ്കിൽ ഇതെടുക്കാം. ഇതിപ്പോൾ ചെറുതാണെന്നാ പറയുന്നത്? അത് കുഞ്ഞിയാണ്, എത്രയോ ചെറുതാണ്. നിവേദ്യത്തിലിടാനാ അല്ലേ? നമുക്ക് പ്രധാനം നമുക്ക് പായസം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനം അന്ന് ഉണക്കാനിട്ടില്ലേ, ആ വിറകാണ് കേട്ടോ. ഉണങ്ങിയില്ലേ? ഇത് എന്ത് വിറകാ? ഇത് പ്ലാവിൻ്റെ വിറക്. അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ കൊതുമ്പിൻ്റെ കൂടെ പിന്നെ കൊതുമ്പുമാണ് എടുക്കുക. ഈ കൊതുമ്പിൻ്റെ കൂടെ വെച്ച് കൊടുക്കാൻ നല്ലോണം കത്തും. അതിനാണ് പ്ലാവിൻ്റെ എടുക്കുന്നത് അല്ലേ? അതെ, പ്ലാവിൻ്റെ എടുക്കണം. പ്ലാവിൻ്റെ വിറകും കൊതുമ്പുമാണ് മെയിനായിട്ട് കൊണ്ടുപോവുക. വേറൊരു വിറകും എടുക്കും. ഇതാണ് ഏറ്റവും ഉത്തമം, നല്ലത്. ഇനി ഇത്
അപ്പൊ പൊങ്കാലിടാനുള്ള ചട്ടി നിങ്ങൾ അവിടെ നിന്ന് വാങ്ങും? കല ചട്ടി വാങ്ങും, അടുപ്പൊക്കെ അവിടുന്ന്. കല എല്ലാം അവിടുന്ന് വെക്കുക. ഈ വിറക് അവിടുന്ന് കിട്ടാണ്ട്, പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും പോലെയുള്ള വിറക് കിട്ടൂല. അതാണ് കൊതുമ്പ്, ഈ പ്ലാവിന്റെ വിറക് മുമ്പൊക്കെ അവിടെ കിട്ടിയെന്ന് വരില്ല. മുമ്പൊക്കെ ഏറ്റവും ഉത്തമം ഇതാണല്ലോ. അത് ചിലരെടുക്കുന്നുണ്ട്. കൊതുമ്പ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് എന്താന്ന് പറഞ്ഞാല് കൊണ്ടുപോകാൻ കഴിയൂല. അതുകൊണ്ടാ ഒതുക്കി കൊണ്ടുപോകണല്ലോ, ബാഗിൽ ഒതുങ്ങണ്ടേ, അതുകൊണ്ടാ ചെറുതാക്കുന്നത്. പിന്നെ കുഞ്ഞി കാലല്ലേ വെക്കുക, ആ കാലത്തിന് കത്തിക്കാൻ ഇത് മതിയല്ലോ. ഇത് കെട്ടാക്കിയില്ലേ? കെട്ടാക്കി. ഇനി നേരെ ബാഗിലേക്ക് ഒരു കവറിലാക്കിയിട്ട് ബാഗിലേക്ക്. ഓക്കെ. ഇത് ഇനി അന്ന് രാവിലെ എടുക്കുള്ളൂ. അമ്മയൊക്കെ ബാഗിലേക്ക് എടുത്ത് വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇതാണ് അമ്മയ്ക്ക് അവിടെ ചെന്നിട്ട് ഇടാനുള്ള, പൊങ്കാല ഇടുമ്പം ഇടാനുള്ള സെറ്റും മുണ്ടും. അപ്പോൾ ഇതാണ് അമ്മക്ക് പൊങ്കാല ഇടണ്ടപ്പോൾ ഇടാനുള്ളത് സാരി അല്ലേ? പൊങ്കാല ഇടാനുള്ള ഇപ്രാവശ്യം അമ്മ ഇങ്ങനത്തെ ബാഗാണ് വാങ്ങിയത്. മറ്റു സൈഡിൽ തൂക്കി പിടിക്കുന്ന ബാഗിലിട്ടാണ് കൊണ്ടുപോവാറ്. അപ്പം അതിനെക്കാട്ടും സൗകര്യം ഈ ബാഗിനാണ് കേട്ടോ. അപ്പൊ ഇതാണ് തേങ്ങ. ഇതാണ് അവിടെ പായസത്തിൽ ഇടാനുള്ള തേങ്ങ. വ്യാഴാഴ്ച ഓണാണല്ലോ. അപ്പോൾ അമ്മമ്മ വ്യാഴാഴ്ചയാണ് വരിക. അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണ് മലർ. എന്തൊക്കെയാണ്? ഇനി പഴം ഞങ്ങൾ പഴം സാധനങ്ങൾ പയ്യെ ഇടാൻ കൊണ്ടുപോകണം അല്ലേ? ഇതാണ് ഏലക്കായ, ഉണങ്ങലരി, അതിലേക്ക് ശർക്കര. ഇത് ഗണപതിക്ക് വെക്കാനാണ് ഈ അവില്, മലര്, ഇതിന് കുറച്ച് ശർക്കര എടുക്കും, കൽക്കണ്ടി, മുന്തിരി എല്ലാം എടുക്കും. പിന്നെ പഴം വാങ്ങും, അടക്ക, വെറ്റില ഒക്കെ. കുഞ്ഞി വിളക്ക് അല്ലേ? ഇതാണ് തേങ്ങ ചിരകാനുള്ള. അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, തേങ്ങ ചിരകാനുള്ള സംഭവം. പായസം മുട്ടിയ കത്തി ഒക്കെ കൊണ്ടുപോകുന്നു. കത്തിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നല്ലോണം പ്ലാസ്റ്റിക്കിന്റെ പാത്രം അരി കഴുകാൻ വേണ്ടി വാങ്ങി വെച്ചതായി. നിങ്ങൾക്ക് ഒരു സ്റ്റീലിന്റെ പാത്രം കിട്ടണം. പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ എനിക്കൊരു തൃപ്തി പോരാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിലാണ് കഴുകിയ രണ്ട് പാത്രം. ഒന്ന് കഴുകിയും കണ്ട് അരിക്കാൻ വേണ്ടിട്ട് 2 പാത്രം കനം കുറഞ്ഞതായതുകൊണ്ട് ഇങ്ങനെ വാങ്ങി വെച്ചായി. അവിടുന്ന് വാങ്ങണം, അവിടുന്ന് കിട്ടല്ലോ. അപ്പൊ അവിടുന്ന് വാങ്ങണം. അത് ഒഴിവാക്കിയിട്ട്, പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് സ്റ്റീലിന്റെ തന്നെ വാങ്ങണം, അതിലരി കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെയാണ് അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അമ്മ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ധ്രുവത്തും ദ്രാവണികയും വന്നിട്ട് ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. കലം മാത്രം അവിടുന്ന് വാങ്ങിക്കുക കേട്ടോ. ബാക്കി അധികം അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന അധിക സാധനങ്ങളും ഇവിടുന്ന് മേടിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ കലം മാത്രം അവിടുന്ന് വാങ്ങിക്കാനേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും പുഷ്പങ്ങളൊക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടുന്നേ അവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് ധ്രുവത്തിനും ദ്രാവണിക്കും പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞോളൂ. അവിടേക്ക് കൊണ്ടുപോകുന്ന സാധനം ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തേട്ടോ. അതിന്റെ പേരാണ് കളഭം. എനിക്ക് കുങ്കുമം. എനിക്ക് മറന്നുപോയിട്ട് അതിന്റെ പേര്. ഇത് ഇതൊരു കൽക്കണ്ടി കൂടെ പൊടിച്ചും കണ്ട് വെക്കണം പായസത്തിലേക്ക്. ഇതാണ് 2 പാത്രമാണ്. അമ്മയ്ക്ക് പൊങ്കാലക്കുള്ള കാര്യമാണ് ധ്രുവത്തിൽ പറയുന്നത്. അപ്പൊ ഇതാണ് അമ്മക്ക് കൊണ്ടുപോകാനുള്ള 2 പാത്രം. ഇതിലമ്മ എന്തായാലും ഇത് വെക്കൂട്ടോ. ഇതാണ് ചന്ദന. അപ്പൊ ഇതാണ് തേങ്ങ ചെറുങ്ങാനുള്ള സാധനം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ വിളക്ക്. ഇത് പൊങ്കാല ഇടുമ്പോ
ഇതാണ് തീപ്പെട്ടി. അപ്പോൾ ഇത് കത്തിക്കാനുള്ള തീപ്പെട്ടി. അപ്പൊ ഇതാണ് കൽക്കണ്ട. തീയിലിടാനുള്ള സ്യം. പിന്നെ ഇതാണ് നെയ്ട്ടോ. ഇതാണ് നമ്മളുടെ ശർക്കര. ഇത് പായസത്തിൽ ഇടുന്നതാണ് മധുരം കിട്ടാൻ വേണ്ടി. ഇതാണ് നമ്മുടെ തേന്. ഇതാണ് നമ്മുടെ മുന്തിരി. ഇതിനിപ്പോൾ എന്താ ചെയ്യുന്ന? ഏലക്കായും കൽക്കണ്ടിയും കൂടെ പൊടിച്ച് ചിലർ ജീരകവും കൂട്ടും. ജീരകം വീട്ടിലുള്ള എടുക്കണ്ട വെച്ചിട്ട് ജീരകം വാങ്ങാൻ മറന്നു വരുന്നു. ഇപ്പൊ ജീരകം വേണമെന്നില്ല, ഏലക്കായും ഈ കൽക്കണ്ടും കൂടെ പൊടിക്കുക. പഞ്ചസാര കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൽക്കണ്ടതില്ല. കൽക്കണ്ട ഇത് മതിയാവും? കുറച്ച് കഴിഞ്ഞ് കുറച്ചെടുത്ത് ശർക്കരയൊക്കെ ഉണ്ടല്ലോ. ഇല്ലേ, അപ്പൊ അത് പൊടിയാൻ വേണ്ടിയിട്ട് മാത്രം പഞ്ചസാര ഇട്ട് പൊടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബ്രൗണിയെ സഹായിക്കാം. ധ്രുവത്വം ഒക്കെ സഹായിക്കുന്നുണ്ട് അമ്മക്ക് നിവേദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഇത് മധുര. അപ്പൊ ഇതാണ് കൽക്കണ്ട. അത് മതി, അതൊന്ന് പൊടിയാൻ വേണ്ടി. അമ്മ ഏകദേശം പോവാനൊക്കെ ആയി തുടങ്ങി. അതുകൊണ്ടാണ് മക്കൾ അടുത്തൊന്നും മാറാത്തത്. അവർക്ക് ഭയങ്കര സങ്കടമാണ്. തെച്ചിപ്പൂവാടി പോലെ പാടില്ല, ഇല്ല, ചെറിയൊരു പാട്ടൊക്കെ സംഭവിക്കുമോ അങ്ങനെ കിട്ടുള്ളൂ. ഗണപതിക്ക് വെക്കാൻ വേണ്ടി പൂവിന് അവിടുന്ന് ചിലപ്പം പൂ കിട്ടിയെന്ന് വരൂല. കിട്ടി അവിടുന്ന് വാങ്ങുകയും ചെയ്യും. ഇവിടുന്ന് ഒരു കരുതി കൊണ്ടുപോകും. ഒരു കരുതലാണ്. ഒന്നും ആവൂല. വെള്ളമൊക്കെ ആക്കിയിരിക്കുന്ന ഞാൻ ഇല വാട്ടിങ്ങാണ്ട് അതിലാക്കിയാണല്ലോ. ഒന്നും ആവൂലെന്ന് വിചാരിക്കാം. ആവില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതിൽ കുറച്ച് മുട്ടുമുണ്ട്. മുട്ടും എല്ലാം കൂടെ പറിച്ചിട്ട് ഇങ്ങനെ വെച്ചതാ. ഇങ്ങനെ തന്നെ ഉണ്ടാവും. എടുത്ത് നോക്കുന്നേരം അങ്ങനെയുള്ള ആദ്യം വെക്കാം. തേങ്ങ വെച്ച് അഥവാ ആരെങ്കിലും മേലൊക്കെ കുടുങ്ങിയാലേ അതിന് വേണ്ടിയിട്ട് പൊതിഞ്ഞാളെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ഇതിലൊന്ന് കുടുക്കിയിട്ട് അത് പോയി പോലെ. അങ്ങനെ ഓരോ സാധനവും കവറിലേക്ക് എടുത്ത് വെച്ച് കെട്ടിയിട്ടാണ് ബാഗിലേക്ക് വെക്കാൻ പോകുന്നത്. അപ്പം അന്നേ എടുക്കുള്ളൂ ഈ സാധനങ്ങളൊക്കെ. പൊങ്കാലേൻ്റെ അന്നേ എടുക്കുള്ളൂ. അപ്പം ഭദ്രമായിട്ട് കെട്ടിയിട്ട് ബാഗിൻ്റെ അകത്ത് വെക്കാനാണ് പോകുന്നത്. ഇതിനമ്മ പോകുന്നതിന് കുറേ മുന്നേ തന്നെ അമ്മ ലിസ്റ്റൊക്കെ തയ്യാറാക്കും കേട്ടോ. അങ്ങനെ ആ ലിസ്റ്റ് പ്രകാരമാണ് എല്ലാ സാധനങ്ങളും വാങ്ങിക്കുക. അപ്പം ഒന്ന് പോലും മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറ്. അമ്മ അധികവും പൊങ്കാലയ്ക്ക് പോകുന്ന ആൾ തന്നെയാണ്. അപ്പം എല്ലാ വർഷം മുടങ്ങാതെ അമ്മ പോവാറുണ്ട് പൊങ്കാലയ്ക്ക്. ദേവി അവിടെ എത്തിക്കാറുണ്ട്. കുറേ ദിവസം വ്രതമൊക്കെ എടുത്തിട്ടാട്ടോ അമ്മ പൊങ്കാല ഇടാൻ പോകുന്നത്. ഇനി അമ്മയ്ക്ക് എത്ര പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നുള്ളൊരു മനസ്സാട്ടം ഉള്ളത്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് അമ്മ മാറ്റി ഇനി പോവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാണ് അമ്മ ഈ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചത്. ഇത് ഇന്നലെ തന്നെ വാങ്ങിയേക്കുന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്കൊരു ഫോണൊക്കെ വന്ന് അപ്പോൾ ദ്രവണിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാലൊക്കെ പറയുന്നുണ്ട്. അമ്മൻ്റെ ഏച്ചി കൂടെ പോകുന്നുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പം ഇതാണ് അമ്മൻ്റെ ബാഗ്. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല വെയിറ്റൊക്കെ ഉണ്ട് ബാഗ്. അപ്പോൾ പോകുന്നതിൻ്റെ സങ്കടമാണ്. ദ്രാത്തിനും ദ്രാവണിക്കും ഭയങ്കര സങ്കടമുണ്ട് പോകുന്നതിന്. ഉമ്മ കൊടുത്തിട്ടും തീരുന്നില്ല. പിന്നെ അമ്മ പ്രാർത്ഥിച്ച് അമ്മച്ചനെയും മാമനെയും അമ്മമ്മനെയും പ്രാർത്ഥിച്ച് ഇറങ്ങി. ധ്രുവത്തിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ അവനത് ഉമ്മ വെച്ചിട്ടാണ് തീർക്കുക. ഇനി എപ്പോഴാണ് അമ്മമ്മ വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് കാണുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം 2-3 ദിവസം കഴിയും. വ്യാഴം കഴിഞ്ഞ് വെള്ളിയാഴ്ച ഇനി വരുള്ളൂ. അതിൻ്റെ ഒരു ടെൻഷൻ അവർക്ക് നന്നായിട്ടുണ്ട്. അങ്ങനെ അമ്മ പോവാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് അച്ഛനാണ് കൊണ്ടാക്കി കൊടുക്കുന്നത്. അമ്മയും പിന്നെ അമ്മൻ്റെ ഏച്ചിയും പിന്നെ അമ്മൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. 3 ആളാണ് പോകുന്നത്.
പിന്നെ ഇവിടുന്ന് 10:45 ആവുന്ന സമയത്താണ് അവർക്ക് ട്രെയിൻ ഉള്ളത്. അപ്പം നാളെ ആവും അവിടെ തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടിയിട്ട്. 10:30 10:45 തന്നെയാവും എത്താൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ എത്തി കുളിച്ച് മാറ്റിയിട്ട് വേണം പൊങ്കാല ഇടാനുള്ള സ്ഥലമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവരെല്ലാ പ്രാവശ്യവും അമ്മൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ പൊങ്കാല ഇടാറ്. അതിനാണ് കുറച്ച് നേരത്തെ അവർ പോകുന്നത്. അങ്ങനെ അമ്മ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.